ഹായ്. എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു വാക്കായിരിക്കും GDP. ന്യൂസ് പേപ്പറിലും അതുപോലെ ബഡ്ജറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ഈ ഒരു ടേം കേൾക്കാറുണ്ട്. സോ എന്താണ് GDP എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലും ആദ്യം നമുക്ക് GDPയുടെ ഫുൾ ഫോം നോക്കാം. GDPയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. GDPയുടെ ഫുൾ ഫോം എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നതാണ് GDPയുടെ ഫുൾ ഫോം. ഇത് നമ്മൾ മലയാളത്തിൽ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് GDP എന്ന് മലയാളത്തിൽ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. സോ ഇതിൽ ഞാൻ കുറച്ച് ടേംസ് പറഞ്ഞു അല്ലെ. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തി, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആ ഒരു ആഭ്യന്തര അതിർത്തി അഥവാ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാലോ. സോ അതിനുള്ളിൽ പ്രൊഡക്ഷൻ നടക്കണം. പ്രൊഡക്ഷൻ എവിടെയാണ്? അതിനുള്ളിൽ നടക്കണം. സോ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ സാധനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞല്ലോ, അവിടെ ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സും വരും. ഫൈനൽ ഗുഡ് എന്താണെന്ന് വെച്ചാൽ ആ ഗുഡ്, ആ സാധനത്തിന് പിന്നീട് എന്താണ് എക്കണോമിയിൽ ഒരു റോൾ ഉണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി അവരുടെ കാർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 4 ടയർ വാങ്ങുകയാണ്. ഒരു കാർ നിർമ്മിക്കാൻ വേണ്ടി 4 ടയർ അവർ വാങ്ങുകയാണെങ്കിൽ അത് എന്ത് ഗുഡായിട്ടേ കാണത്തുള്ളൂ? ഇന്റർമീഡിയറ്റ് ഗുഡായിട്ടേ കാണത്തുള്ളൂ. അത് ദേശീയ വരുമാനത്തിലേക്ക് പോകത്തില്ല. അത് പിന്നെ എപ്പോഴാണ് ദേശീയ വരുമാനത്തിലേക്ക് പോവുക? ഈ കാർ അവര് സെയിൽ ചെയ്യല്ലോ, മാർക്കറ്റ് പ്രൈസിന് അവർ സെയിൽ ചെയ്യല്ലോ, ആ സമയത്താണ് ഇതൊരു ഫൈനൽ ഗുഡ് ആയിട്ട് മാറുന്നത്. പിന്നെ ഒരു എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ 2 കലണ്ടർ ഇയേഴ്സിനാണ് പറയുക. അതായത് 2025, 2026 ഫിനാൻഷ്യൽ ഇയർ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ 2025 ഏപ്രിൽ 1 തൊട്ടിട്ട് 2026 മാർച്ച് 31 വരെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഈ പറഞ്ഞതുപോലെ ഈ 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നടക്കുന്ന എല്ലാ രീതിയിലുള്ള അന്തിമ ഫൈനൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യക്കുള്ളിലെ പ്രൊഡക്ഷന്റെ പണമൂല്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും GDP. താങ്ക് യു.